വിശദമായി നോക്കാം. അറ്റ്ലസ് രാമചന്ദ്രൻ ജയിൽ മോചിതനായി. കേസ് കൊടുത്ത ബാങ്കുകളുമായി ധാരണയിൽ എത്തിയതിനെ തുടർന്നാണ് മോചനം. 3 വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് അറ്റ്ലസ് രാമചന്ദ്രൻ മോചനം ലഭ്യമായത്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ് ജയിലിലെ ഏറ്റവും വലിയ സങ്കടമെന്ന് അറ്റ്ലസ് രാമചന്ദ്രൻ ജയിൽ മോചിതനായ ശേഷം കൈരളി TV MT ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 3 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ചെക്ക് കേസിൽ അറസ്റ്റിലായ രാമചന്ദ്രൻ മോചിതനാകുന്നത്. 3.4 കോടി ദിർഹത്തിന്റെ വണ്ടി ചെക്ക് നൽകിയ കേസിലാണ് രാമചന്ദ്രനെ ദുബായ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. UAE-യിലെ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചെന്ന കേസിലായിരുന്നു 2015 ഓഗസ്റ്റ് 23-ന് രാമചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 22 ബാങ്കുകളാണ് രാമചന്ദ്രനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ജയിൽ മോചിതനായതിനു ശേഷം ആദ്യമായി മലയാളികളുടെ ആ പഴയ അറ്റ്ലസ് രാമചന്ദ്രൻ മനസ്സ് തുറന്നത് പീപ്പിൾ TVയോടാണ്. പീപ്പിൾ TV ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖത്തിൽ ഉന്നതിയിൽ നിന്ന് ദുരന്തത്തിന്റെ പടുകുഴിയിലെത്തിയപ്പോൾ താൻ നേരിട്ട സാഹചര്യങ്ങളെക്കുറിച്ച് രാമചന്ദ്രൻ മനസ്സ് തുറന്നു. എന്നാൽ ഈ സമയത്തൊന്നും തന്നെ തിരിഞ്ഞു നോക്കാത്തവരോട് തനിക്ക് പരിഭവമില്ലെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഐ ഹാവ് നോ മാലിസ് ടുവേർഡ്സ് എനിബഡി. ഇത് ഒരു മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജിയാണ്. ഒരാൾ വിഷമത്തിലിരിക്കുന്നു, ഞാൻ പോയി ആളെ സഹായിക്കാൻ നോക്കിയാൽ മേ ബി അത് എന്നെ ബാക്ക് ഫയർ ചെയ്യോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം. ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും ഇതിന് താങ്ങായി നിന്നത് തന്റെ ഭാര്യയാണെന്നും അറ്റ്ലസ് രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. എല്ലാം രക്ഷപ്പെട്ട് ചാരത്തിൽ നിന്ന് പക്ഷിയെ പോലെ ഉയരാൻ സാധിക്കും എന്ന് ഉള്ള ഒരു എൻ്റെ ഡിറ്റർമിനേഷൻ അതെൻ്റെ മനസ്സിലുണ്ട്. അതിന് എൻ്റെ ഭാര്യ ഇന്ദു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. പ്രതിരോധം തീർത്ത് ചെന്നിത്തലയും ഹസ്സനും. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള PJ കുര്യന്റെ പ്രസ്താവനയെ പ്രതിരോധിച്ച് ചെന്നിത്തലയും ഹസ്സനും സംയുക്ത വാർത്താക്കുറിപ്പിറക്കി. കോൺഗ്രസ് അധ്യക്ഷനെ ഉമ്മൻചാണ്ടി തെറ്റിദ്ധരിപ്പിച്ചെന്ന കുര്യന്റെ വാദം ശരിയല്ലെന്ന് ചെന്നിത്തലയും ഹസ്സനും. ഗ്രൂപ്പ് വൈര്യം മറന്നുള്ള ഇരു നേതാക്കളുടെയും സംയുക്ത വാർത്താക്കുറിപ്പിൽ കുര്യൻ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങൾ നിഷേധിക്കുന്നുമില്ല. സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയ വിഷയത്തിൽ കടുത്ത ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച PJ കുര്യനെതിരെയാണ് സംയുക്ത വാർത്താക്കുറിപ്പിറക്കി ഹസ്സനും ചെന്നിത്തലയും പ്രതിരോധിച്ചത്. തന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ ഉമ്മൻചാണ്ടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന PJ കുര്യന്റെ പരാമർശത്തിനെതിരെയാണ് ഗ്രൂപ്പ് മറന്ന് KPCC അധ്യക്ഷൻ ഹസ്സനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സംയുക്ത വാർത്താക്കുറിപ്പുമായി രംഗത്തു വന്നത്. PJ കുര്യന്റെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നും രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷനെ ധരിപ്പിച്ചതെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. സാധാരണ KPCC പ്രസിഡന്റ് വാർത്താക്കുറിപ്പുകൾ പാർട്ടി നിലപാടായാണ് കണക്കാക്കുക. എന്നാൽ PJ കുര്യൻ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങൾ വാർത്താക്കുറിപ്പിൽ നിഷേധിക്കുന്നതുമില്ല. രാജ്യസഭാ സീറ്റ് കൈമാറിയ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം മൂവർ സംഘത്തിന്റെ ഗൂഢാലോചനയാണെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള PJ കുര്യന്റെ പ്രസ്താവനയ്ക്കെതിരെ ഗ്രൂപ്പ് വൈര്യം മറന്ന് ഹസ്സനും രമേശ് ചെന്നിത്തലയും സംയുക്ത വാർത്താക്കുറിപ്പിറക്കി പ്രതിരോധവുമായി രംഗത്തു വന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിപ വൈറസ് ബാധയെ തുടർന്ന് പൊതുപരിപാടികൾക്കും വിദ്യാലയങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 12 മുതൽ പ്രവർത്തനം ആരംഭിക്കും. നിപ ബാധയുണ്ടായ പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങളും പൊതുപരിപാടികൾക്കുമുള്ള വിലക്കും ഒഴിവാക്കാനും സർക്കാർ തീരുമാനിച്ചു. നിപ വൈറസ് നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ പൊതുപരിപാടികൾക്കും വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീട്ടേണ്ടതില്ലെന്നാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മാസം 12 മുതൽ പ്രവർത്തനം ആരംഭിക്കും. നിപ ബാധയുണ്ടായ പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങളും പൊതുപരിപാടികൾക്കുള്ള വിലക്കും ഒഴിവാക്കിയതായും ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. അതേസമയം നിപ രോഗികളുമായി ഇടപഴകിയവരെ നിരീക്ഷിക്കുന്നത് തുടരും. 2649 പേരാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതുവരെ വന്ന 313 പരിശോധനാ ഫലങ്ങളിൽ 295 പേർക്കും നിപ വൈറസ് ബാധയില്ലെന്ന് തെളിഞ്ഞിരുന്നു. സുഖം പ്രാപിച്ച 2 നിപ ബാധിതരും ഇപ്പോൾ സാധാരണ നിലയിലാണ്. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമേ ഇവർ ആശുപത്രി വിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. അതേസമയം കേന്ദ്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ രോഗബാധയുണ്ടായ സ്ഥലങ്ങളിൽ പരിശോധന തുടരുകയാണ്. നിപയുടെ ഉറവിടം അന്വേഷിക്കുന്ന സംഘവും രോഗനിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള സംഘവും സജീവമായുള്ള അവരുടെ പ്രവർത്തനം തുടരാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
നിപ നിയന്ത്രണം കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് പൊൻതൂവലാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാതൃകാ ഇടപെടലിന് കൂട്ടായത് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ നിസ്വാർത്ഥ സേവനം. മരണം ഭീതി വിതച്ച നാളുകൾക്ക് വിട നൽകി കോഴിക്കോട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരികയാണ്. വവ്വാലുകളിൽ നിന്ന് മാത്രം എത്തിയെന്ന് ശാസ്ത്രലോകം സ്ഥിരീകരിച്ച നിപ വൈറസ് ബാധ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും നിയന്ത്രണ വിധേയമാക്കുന്നതിനും നമ്മുടെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞതായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തെ കേസ് തന്നെ ഒരു ഔട്ട്ബ്രേക്ക് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് ലോകത്തിൽ വളരെ ചുരുക്കം ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഹെൽത്ത് കെയർ അതോറിറ്റീസിൻ്റെ സപ്പോർട്ടോടുകൂടി കൺഫേം ചെയ്തു. അതൊരു വലിയ സക്സസ് ആണ്. നിപ സ്ഥിരീകരിച്ചതു മുതൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്ത ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തിൽ നടന്ന സമാനതകളില്ലാത്ത പ്രവർത്തനം. പേരാമ്പ്രയിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ഘട്ടത്തിൽ സ്ഥല MLA കൂടിയായ മന്ത്രി TP രാമകൃഷ്ണൻ മുന്നിട്ടിറങ്ങി നടത്തിയ ബോധവൽക്കരണ പരിപാടികൾ. ജില്ലയിലെ ആംബുലൻസ് സംവിധാനങ്ങളെ രോഗബാധിത കേന്ദ്രങ്ങളിൽ ഒരുക്കി നിർത്തിയ ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ ഇടപെടൽ. രോഗവ്യാപനം തടയാൻ പൊതുപരിപാടികളടക്കം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച ജില്ലാ കലക്ടർ. വിദ്യാലയങ്ങൾക്ക് നൽകിയ അവധി. ഇതിനോടെല്ലാം പൂർണ്ണ മനസ്സോടെ സഹകരിച്ച രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ള സംഘടനകൾ. പരിശുദ്ധ റംസാൻ മാസത്തിൽ സാഹോദര്യത്തിന്റെ ഇഫ്താർ വരെ ഉപയോഗിച്ചാണ് കോഴിക്കോടൻ മനസ്സ് നിപയെന്ന മഹാമാരിയെ നേരിട്ടത്. നിപ ബാധിതരെ പരിചരിക്കാൻ സുരക്ഷാ കവചമണിഞ്ഞ് രോഗികൾക്കടുത്തെത്തിയ ആദ്യഘട്ടം മുതൽ നിതാന്ത ജാഗ്രത തുടരുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് KG സജിത് കുമാർ. കൈയൊക്കെ വാഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മെത്തേഡ്, അത് കഴിഞ്ഞ് ഗ്ലൗസ് എങ്ങനെ ഇടുക, അത് കഴിഞ്ഞ് PP കിറ്റ് എങ്ങനെയാണ് ധരിക്കേണ്ടത്, എന്നിട്ട് ഇതൊക്കെ ചെയ്ത് ഇതിന് ഉള്ളിലോട്ട് പോകും. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ആ റൂട്ടിലേക്ക് കൂടിയല്ല വരുന്നത്, വേറെ വഴിക്കാണ് പോകുന്നത്. നിപ കണ്ടെത്തുന്നതിലേക്ക് വഴിതെളിയിച്ച ബേബി മെമ്മോറിയൽ ഡോക്ടർ അനൂപ്. എല്ലാ സജ്ജീകരണങ്ങളുള്ള നമ്മളെ പോലെയുള്ള ICUവിൽ രോഗി എത്ര തന്നെ മോശമായാലും നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ ഈ രോഗിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും രോഗാവസ്ഥ പെട്ടെന്ന് തന്നെ മൂർച്ഛിക്കുന്നതും രോഗിയുടെ നില വഷളാകുന്നതും കണ്ടു. നമ്മുടെ ആരോഗ്യവകുപ്പിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മണിപ്പാൽ വൈറോളജി റിസർച്ച് മേധാവി ഡോക്ടർ അരുൺകുമാർ. സമൂഹത്തിൽ ഡിസീസ് പകരുന്നതേയില്ല, മാസ്ക് ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല, രോഗിയെ നോക്കുന്നവർ പരിചരിക്കുന്നവർ മാത്രം ഉപയോഗിച്ചാൽ മതി മാസ്ക്. രോഗം സ്ഥിരീകരിച്ച ഘട്ടം മുതൽ കോഴിക്കോട് തുടരുന്ന കേന്ദ്ര സംഘങ്ങൾ. എബോള പ്രോട്ടോകോൾ പ്രകാരം മൃതദേഹം സംസ്കരിക്കാൻ സധൈര്യം മുന്നോട്ട് വന്ന ഡോക്ടർ ഗോപകുമാറും സംഘവും. കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സരിത, DMO ജയശ്രീ. പട്ടിക നീളുകയാണ്. മാലാഖി എന്ന പേര് ഹൃദയത്തിൽ കുറിച്ച നഴ്സ് ലിനിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിപയ്ക്കൊപ്പം നാം വേദനയോടെ സ്മരിക്കുന്നു. പറഞ്ഞാൽ തീരാത്തത്രയുണ്ട് നിസ്വാർത്ഥ സേവനങ്ങൾ. നിപ വ്യാപനം തടയാനും ജാഗ്രത തുടരാനുമുള്ള കരുത്ത് കോഴിക്കോട്ടുകാർ നേടിക്കഴിഞ്ഞു. മാസ്ക് ധരിച്ച് റോഡിലിറങ്ങിയ നാളുകൾക്ക് വിട നൽകി ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം കോഴിക്കോട് നിന്നും AK ലതീഷ്. കോഴിക്കോട് പുതുതായി നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ സർവകക്ഷി യോഗം നാളെ ചേരും. 11 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഗസ്റ്റ് ഹൌസിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. മെയ് 30-ന് ശേഷം പുതുതായി നിപ പോസിറ്റീവ് കേസുകളോ മരണങ്ങളോ ഉണ്ടായിട്ടില്ല. ആകെ 2 പേരെയാണ് പനിയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവ രണ്ടും നിപ നെഗറ്റീവാണ്. ആകെ 12 സാമ്പിളുകളുടെ റിസൾട്ട് വന്നതിൽ 12ഉം നെഗറ്റീവാണ്. ഇതോടെ സാമ്പിളുകൾ അയച്ച 307 പേരിൽ നിപ വൈറസ് ഇല്ല എന്ന സ്ഥിരീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. കോണ്ടാക്ട് ലിസ്റ്റിൽ പുതുതായി ആരും തന്നെ വന്നു ചേർന്നിട്ടില്ല. വെള്ളിയാഴ്ച വരെയുള്ള ലിസ്റ്റിലുള്ളവരെ സന്ദർശിച്ച് പുതിയ ലിസ്റ്റ് തയ്യാറാക്കും. മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഡോക്ടർ അരുൺകുമാർ, DHS ഡോക്ടർ RL സരിത, DMO ഡോക്ടർ ജയശ്രീ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VR രാജേന്ദ്രൻ, ആരോഗ്യവകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സർവകക്ഷി യോഗം ചേരും. നിപ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിലായിരിക്കും തീരുമാനമാവുക. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 9 മരണം. മറ്റന്നാൾ മുതൽ മഴ കനക്കും. മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതായും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നിലിയ ചേരുകയാണ്. നിലിയ, അതായത് മഴക്കെടുതിയിൽ മരണം 9 ആയിരിക്കുന്നു. മറ്റു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന്?
സ്നേഹ, കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴക്കെടുതിയിൽ മരണം 9 ആയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മടവൂർപ്പാറ സ്വദേശി ശശിധരൻ, ഒരു 75 വയസ്സുകാരൻ ശശിധരൻ മരിച്ചതോടെയാണ് മരണം 9 ആയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 3 പേരും, ആലപ്പുഴ ജില്ലയിൽ 2 പേരും, കോഴിക്കോട് ഒരാളും, കണ്ണൂർ 2 പേരും, കാസർഗോഡ് ഒരാളുമാണ് മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തെങ്ങുവീണ് മരിച്ച ആളുടെ കൂടെ ഒരാൾ കൂടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഇയാൾ ആശുപത്രിയിലാണ് ഇപ്പോഴും. ബുധനാഴ്ച വരെ മഴ ശക്തിയോടെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മലയോര പ്രദേശങ്ങളിലുള്ളവരും കടൽ തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എറണാകുളത്തെ ചെല്ലാനത്ത് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാറിൽ മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സ്നേഹ, സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ കനക്കാൻ സാധ്യത. മഴക്കെടുതിയിൽ 10 മരണം. മറ്റു വാർത്തയിലേക്ക്. മലയാളത്തിന്റെ പ്രിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിതദാസ് വിടവാങ്ങിയിട്ട് 9 വർഷം. ജീവിതഗന്ധിയായ തിരക്കഥകൾ കൊണ്ട് മലയാള സിനിമയിൽ ലോഹി എഴുതിച്ചേർത്തത് പകരക്കാരനില്ലാത്ത ഒരിടമാണ്. ജീവിതാനുഭവങ്ങളിലൂടെ പാകപ്പെടുത്തിയ തനിക്ക് ചുറ്റുമുള്ള സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞ് പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുകയും കരളലിയിക്കുകയും ചെയ്ത് കടന്നുപോയ ലോഹിതദാസ് ആഡംബരങ്ങളില്ലാതെ പച്ചയായ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു തന്റെ ചിത്രങ്ങളിലൂടെ മലയാളിക്ക് സമ്മാനിച്ചത്. ഒറ്റപ്പാലത്തെ പഴയ ലക്കിടിക്കടുത്തുള്ള അകലൂരൻ ഗ്രാമീണതയിലെ കൊട്ടാര സദൃശ്യമായ പടിപ്പുര വീട് പെരിയാറിന്റെ തീരത്തുനിന്നെത്തി വാങ്ങി വള്ളുവനാടിനെ സ്നേഹിച്ച ലോഹ്യക്കാരനായ സിനിമക്കാരനെ എന്നും മലയാള സിനിമാ ലോകത്തിനും പ്രേക്ഷക മനസ്സുകൾക്കും മറക്കാനായില്ല. ഭ്രാന്തനായി ചങ്ങലകളിൽ തളച്ചിടപ്പെട്ട ബാലൻ മാഷും, കിരീടത്തിൽ അച്ഛന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് എസ്ഐ ആവാൻ കഴിയാതെ സാഹചര്യങ്ങൾക്ക് വഴങ്ങി കൊലയാളിയാകേണ്ടി വന്ന സേതുമാധവനും, അമരത്തിലെ അച്ചൂട്ടിയും, വാത്സല്യത്തിലെ മേലേടത്തെ രാഘവൻ നായരും, മൃഗയിലെ വാറുണ്ണിയും, ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥനും, ഇങ്ങനെ ഓർത്തുപോയാൽ നിരവധി കഥാപാത്രങ്ങളും ലോഹിയും ഇന്നും മരിക്കാത്ത ഓർമ്മകളായി മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്നു. വാക്കുകൾ ചേക്കേറുന്നിടം നമുക്കറിയാമായിരുന്നെങ്കിൽ ലോഹി പറയാതെ ബാക്കി വെച്ച കഥകൾ തേടി നമുക്ക് അവിടേക്ക് സഞ്ചരിക്കാമായിരുന്നു. പറഞ്ഞു തീരാത്ത കഥകളും എടുത്തു തീരാത്ത ഷോട്ടുകളുമായി ഒരു 2ാം ജന്മത്തിനായി ലോഹിയുടെ ആത്മാവ് തുടിക്കുന്നുണ്ടാകും. ആ ആത്മാവിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത കശുവണ്ടി തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ കാസിം കുഴഞ്ഞുവീണ് മരിച്ചു. ആശ്രാം ഗസ്റ്റ് ഹൌസിൽ കുഴഞ്ഞുവീണ കാസിമിനെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനൊപ്പമുള്ള ആംബുലൻസിൽ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരണവിവരം അറിഞ്ഞ് യോഗം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ജില്ലാ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും വ്യവസായികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ആരംഭിച്ചത്. യോഗ ഹാളിൽ കയറി കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇ കാസിം കുഴഞ്ഞു വീഴുകയായിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപെക്സ് എന്നിവയുടെ മുൻ ചെയർമാനാണ്. കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CA2 ജനറൽ സെക്രട്ടറി, CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം, CA2 അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസായ NS സ്മാരകം, CA2 ജില്ലാ കമ്മിറ്റി ഓഫീസ്, CPM കുന്നത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ വീടായ ശാസ്താംകോട്ട ഭരണിക്കാവ് കൂവളത്തറ ലോട്ടസിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം ഞായറാഴ്ച മൈനാഗപ്പള്ളി കാരൂർക്കടവ് ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാർത്തകളിലേക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖ പദ്ധതി പ്രദേശത്തെ ജീവനോപാധി നഷ്ടപ്പെട്ട 731 മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആളോഹരി നഷ്ടപരിഹാര തുകയുടെ വിതരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിഴിഞ്ഞം, മുല്ലൂർ, കോട്ടപ്പുറം, അടിമലത്തുറ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് 40.52 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രദേശത്തെ ജീവനോപാധി നഷ്ടപ്പെട്ട 731 മത്സ്യത്തൊഴിലാളികൾക്ക് ആളോഹരി നഷ്ടപരിഹാരത്തിന്റെ വിതരണമാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. ഉച്ചയ്ക്ക് തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന പരിപാടിയിൽ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും. 731 മത്സ്യത്തൊഴിലാളികൾക്കായി 40 കോടി 52 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്.
വിഴിഞ്ഞം, മുല്ലൂർ, കോട്ടപ്പുറം, അടിമലത്തുറ തുടങ്ങിയ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ് ഗുണഭോക്താക്കളാകുന്നത്. പദ്ധതി പ്രദേശത്തെ 433 പേർക്ക് 28.3 കോടി രൂപ നഷ്ടപരിഹാരം ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. 1734 യന്ത്രവൽകൃത ബോട്ടുകൾക്ക് അധിക മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതിനായി 5.83 കോടി രൂപയും ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര വിതരണ ചടങ്ങിൽ തുറമുഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വേറിട്ട നോമ്പുതുറ വിഭവങ്ങളാണ് വയനാട് അമ്പലവയലിലെ സൈതലവിയുടെ കടയിലുള്ളത്. 10 വർഷത്തോളമായി ഇവിടെയുള്ള വീടുകളിലെ നോമ്പുതുറയ്ക്ക് സൈതലവിയുടെ വിഭവങ്ങളുണ്ട്. റംസാൻ മാസത്തിൽ സൈതലവിയുടെ വിഭവങ്ങൾക്ക് ദൂരെ നിന്ന് പോലും ആവശ്യക്കാരെത്തുന്നുണ്ട്. അമ്പലവയൽ സലഫി മസ്ജിദിനോട് ചേർന്നുള്ള ഈ കുഞ്ഞു പലഹാരക്കട അത്ര ചെറുതല്ല. രുചി വൈവിധ്യങ്ങളുടെ വലിയ കടയാണ്. റംസാൻ പുണ്യമാസത്തിലാണ് ഈ പലഹാരക്കട കൂടുതൽ സജീവമാവുക. പരിപ്പുവട മുതൽ പഴുത്ത മാങ്ങ കൊണ്ടുള്ള ബജി വരെയുള്ളവയ്ക്ക് ആവശ്യക്കാരുമേറെ. മാത്രം പ്രത്യേകമായുള്ള സ്പെഷ്യലാണ്. ഒരു 10-15 തരം കടികളുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നോമ്പുതുറയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കായുണ്ട, കോളിഫ്ലവർ, പക്കവട, സമൂസ, പൈനാപ്പിൾ ബജ്ജി, മുട്ട ബജ്ജി, മാങ്ങ ബജ്ജി, അങ്ങനെ ഒരു 10-15 തരം കടികളുണ്ടാവും. 18-ാം വയസ്സിൽ തുടങ്ങിയതാണ് സൈതലവിയുടെ ഈ പാചക ജീവിതം. വഴങ്ങാത്ത രുചികളുമില്ല. വൈകിട്ട് 3 മണിയോടുകൂടി വിഭവങ്ങൾ റെഡി. ദൂരെ നിന്നുപോലും ഓർഡറുകൾ വരുന്നു. സൈതലവി തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. പാതിവഴിയിൽ നിർമ്മാണം നിലച്ചുപോയവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീട് സ്വന്തമായി. ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ 1ാം സ്ഥാനത്തെത്തിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം നഗരസഭയാണ്. രാജ്യത്ത് എല്ലാവർക്കും സ്വന്തം വീട് യാഥാർത്ഥ്യമാക്കുന്ന പ്രഥമ സംസ്ഥാനമായി മാറുകയാണ് കേരളമെന്ന് നീലേശ്വരം നഗരസഭയിൽ പദ്ധതി നടത്തിപ്പിൽ 1ാം സ്ഥാനത്തെത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കുൾപ്പെടെ വീടില്ലാത്തവർക്കായി പുതിയ വീട് നൽകുന്നതിനൊപ്പം പാതിവഴിയിൽ നിലച്ചുപോയവർക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ അവസരം ലഭിക്കുകയാണ് LDF സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി. പാതിവഴിയിൽ നിലച്ചുപോയ വീടുകളുടെ നിർമ്മാണം ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കി 1ാം സ്ഥാനത്തെത്തിയ നഗരസഭയാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. 1ാം സ്ഥാനത്തെത്തിയതിന്റെ ഉദ്ഘാടനം തൊഴിൽ എക്സൈസ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിർവഹിച്ചു. എല്ലാവർക്കും സ്വന്തമായി വീടുള്ള രാജ്യത്തെ പ്രഥമ സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ദുർബല ജനവിഭാഗങ്ങളോട് സർക്കാരിനുള്ള കരുതലിന്റെ പ്രതിഫലമാണ് രാജ്യത്തിന്റെ മാതൃകയായ ഈ പദ്ധതി. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പാർപ്പിട പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനാവുമെന്ന് ലൈഫിന്റെ പ്രവർത്തന പുരോഗതി തെളിയിക്കുന്നു. PMAY പദ്ധതിയിൽ 2ാം ഘട്ട വീതത്തിന്റെ വിതരണോദ്ഘാടനവും മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.